സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്നൊരു റിവ്യൂ വീഡിയോ ആണ് ചെയ്യാൻ പോണത്. ആൻഡ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ് ലിപ്സ്റ്റിക്. ഒരു ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോണത്. ഇത് ലാക്മെ 925 പ്രൈമോ പ്ലസ് മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഞാൻ മേടിച്ചിരിക്കുന്ന ഷെയ്ഡിൻ്റെ പേര് കാരമൽ കട്ട്. സോ ഇത് നല്ലൊരു മൂവി ന്യൂഡ് ഷെയ്ഡാണ്. സ്ലൈറ്റ് ആയിട്ടൊരു പിങ്ക് ടോണും ഇതിലുണ്ട്. സോ ഇത് ഒരുവിധം എല്ലാവർക്കും ചേരുന്ന ഒരു ലിപ് ഷെയ്ഡാണ്. നല്ലോണം വെളുത്ത ആൾക്കാരാണ് പിങ്ക് മൂവ് ഷെയ്ഡായിട്ടാണ് അപ്പിയർ ചെയ്യുക. സ്കിൻ കളർ ഡാർക്കർ ആവും തോറും നമുക്ക് നല്ലൊരു ന്യൂഡ് ആവുകയാണ് ചെയ്യാം. ഇപ്പം എൻ്റെ സ്കിൻ കളർ, അതായത് ഇരുനിറം ടു ഡാർക്കർ സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്ക് ഇതൊരു നല്ല ന്യൂഡ് ഷെയ്ഡായിരിക്കും. എൻ്റെ സ്കിൻ ടോൺ അതേപോലെ എന്നെക്കാളും ഒരു 2-3 ഷെയ്ഡ് ഡാർക്കർ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്ക് ഇത് നല്ലൊരു ന്യൂഡ് ഷെയ്ഡായിരിക്കും. അതിനപ്പുറമുള്ള ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ വാഷ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്താൽ ലിപ്സ്റ്റിക് വല്ലാണ്ട് എടുത്ത് കാണിക്കില്ലേ, ഈ ലിപ്സ്റ്റിക് അല്ല. അങ്ങനെ നിങ്ങൾ വാഷ് ഔട്ട് ചെയ്യുന്ന ഏത് ലിപ്സ്റ്റിക് ഉണ്ടെങ്കിലും നമ്മൾ താഴെ ഒരു ഡാർക്ക് ലിപ് പെൻസിൽ വെച്ചിട്ട് ഒന്ന് വരച്ചതിന് ശേഷം അതിൻ്റെ മീത് അപ്ലൈ ചെയ്യാം. സോ ബേസിക്കലി ഇത് ഫെയർ ടു മീഡിയം ടു ഡസ്കി സ്കിൻ ടോൺ വരെ നന്നായിട്ട് സൂട്ട് ആവുന്ന ഒരു ലിപ് കളറാണ്. എൻ്റെ സ്കിൻ ടോണ് ഇത് അബ്സല്യൂട്ട്ലി സ്റ്റണിങ് ന്യൂഡാണ്. അതായത് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് അറിയുകയും ചെയ്യില്ല, അതേസമയം ലിപ്സിന് നല്ലൊരു പിങ്കിഷ് ന്യൂഡ് കളർ തരുകയും ചെയ്യും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സോ ഇത് ഫസ്റ്റ് നമുക്ക് പാക്കേജിങ്ങിനെ കുറിച്ച് നോക്കാം. നല്ല രസമായിട്ടുള്ള പാക്കേജ് ആയിരിക്കും. റോസ് ഗോൾഡ് ഷെയ്ഡിലുള്ള മെറ്റാലിക് പാക്കേജിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത്. സോ അതിൽ ലാക്മെ 925 പ്രൈമോ പ്ലസ് മാറ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ലിപ്സ്റ്റിക്കിൽ പ്രൈമറും അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ പ്രൈമർ അടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സിലും ഇങ്ങനെ കുറച്ച് വരകളൊക്കെ ഉണ്ടാവില്ലേ. സോ ലിപ്സ്റ്റിക്ക് അതിലിങ്ങനെ എന്താണ്, ചില ലിപ്സ്റ്റിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വരകളൊക്കെ വല്ലാണ്ട് എടുത്ത് കാണിക്കും. സോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് ആ വരകളൊക്കെ ഫില്ല് ചെയ്ത് പ്രൈമർ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ലുക്ക് തരുന്നതാണ് പറയുന്നത്. സോ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 480 റുപ്പീസ് ആണ്. പക്ഷെ നമുക്ക് ഒരുവിധം പെട്ട സൈറ്റുകളിലൊക്കെ നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും. ഞാനിത് നൈക്കിന്ന് 370 റുപ്പീസിനാണ് മേടിച്ചത്. സോ ഇതിന് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 3.6 ഗ്രാം ഓഫ് പ്രോഡക്റ്റ് ആണ്. സോ നെക്സ്റ്റ് തിങ് നമുക്ക് പറയാനുള്ളത് ഈ ലിപ്സ്റ്റിക്കിന്റെ ടെക്സ്ചറിനെ കുറിച്ചാണ്. ഓൾറെഡി അവർ അവകാശപ്പെട്ടിരുന്ന മാറ്റ് ആണെന്നാണ്. ശരിയാണ്, നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ മാറ്റ് ഫിനിഷ് ആണ് തരുന്നത്. ഇതൊരു പൗഡറി മാറ്റ് അല്ല കേട്ടോ. അതായത് നമ്മുടെ ലിക്വിഡ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു മാറ്റ് ഫിനിഷ് ഉണ്ടാവില്ലേ, അങ്ങനെയല്ല. പക്ഷെ നല്ല ഒറ്റ ഒരു ഇതൊരു മാറ്റ് ഫിനിഷ് തന്നെയാണ് തരുന്നത്. പിന്നെ ഇത് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഡെഫിനറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യും. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങനെ ട്രാൻസ്ഫർ ചെയ്യില്ല. പിന്നെ നമുക്കിത് ഈസി ആയിട്ട് റീഅപ്ലൈ ചെയ്യാം. അതായത് ചില ലിപ്സ്റ്റിക്ക് റീഅപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര അതായത് മുന്നേ അപ്ലൈ ചെയ്ത ലിപ്സ്റ്റിക്കിൻ്റെ ഒരു തരിതരിയൊക്കെ കാണും. അതൊന്നും ഇതിനില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് റീഅപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ലിപ്സ്റ്റിക്ക് ഫുള്ള് പോയാലും ഒരു ചെറിയൊരു കളർ, അതിൻ്റെ ഒരു ചെറിയ സ്റ്റെയിൻ അത് ലിപ്സിൽ നമുക്ക് ഉണ്ടാവും. അത് ഒരു കണക്കിന് നല്ലതാണ്. കാരണം നമ്മുടെ ഫുള്ള് ലിപ്സ്റ്റിക്ക് മാഞ്ഞു പോണേക്കാട്ടിലും നല്ലതല്ല ഒരു ചെറിയ കളറെങ്കിലും നമ്മുടെ ലിപ്സിലുള്ളത്. സോ അങ്ങനെ നോക്കുമ്പോൾ അത് നല്ലതാണ്. അടുത്ത് നമുക്ക് പിഗ്മെൻറ്റേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, അതായത് ലിപ്സ്റ്റിക്കിലുള്ള അതേ കളറാണ് നമ്മുടെ ലിപ്സിലേക്ക് വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, നല്ല പിഗ്മെന്റേഷൻ ആണ്. ഒരു ലെയറിൽ തന്നെ നമ്മുടെ ഇപ്പം എനിക്കാണെങ്കിൽ ഡാർക്ക് ലിപ്സ് ആണ്, എനിക്ക് പിഗ്മെന്റഡ് ലിപ്സ് ആണ്. അപ്പോൾ എനിക്ക് തന്നെ ഒരു ലെയർ, ഒരു കോട്ട് അല്ലെങ്കിൽ മാക്സിമം 2 കോട്ട് കൊണ്ട് തന്നെ എൻ്റെ ഡാർക്ക് ലിപ്സ് ഫുള്ളി കവർ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇത് പിഗ്മെന്റേഷൻ വൈസ് വളരെ നല്ലതാണെന്ന് വേണം പറയാനായിട്ട്. എൻ്റെ ലാസ്റ്റിംഗ് പവർ നോക്കുകയാണെങ്കിൽ എനിക്കിത് സത്യം പറഞ്ഞാൽ 4 to 5 മണിക്കൂറാണ് ലാസ്റ്റ് ചെയ്തത്. ഇടയിൽ നമുക്ക് മീൽസ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിങ്ങനെ ലിപ്സിൽ നിന്ന് ഫെയ്ഡ് ആയി പോകും. പക്ഷേ ഈവൻ ആയിട്ടാണ് ഫെയ്ഡ് ഔട്ട് ആയി പോകുന്നത്. അപ്പൊ നമ്മുടെ ലിപ്സ് കാണുമ്പോൾ അത്ര അഭംഗി ഉണ്ടാവില്ല. സോ അങ്ങനെ നോക്കുമ്പോൾ നല്ലതാണ്. സ്റ്റേയിങ് പവർ വലിയ നല്ലതല്ല, എസ്പെഷ്യലി ഈ പ്രൈസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ സ്റ്റേയിങ് ഇത് വേണ്ടതാണ്. പിന്നെ ഇതിന്റെ അവൈലബിലിറ്റി, ലാക്മെ പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ട് ഈസിലി ഏത് കടയിലും നമുക്ക് മേടിക്കാൻ കിട്ടും. ഓൺലൈനിലാണെങ്കിലും ശരി, ഓഫ്ലൈൻ ആണെങ്കിലും ശരി, 2 തരത്തിലും ഇത് വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. ഇൻ ഷോർട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ വളരെ അഫോർഡബിൾ റേഞ്ചിലുള്ള ലിപ്സ്റ്റിക് ആണ് നോക്കണേ വെച്ചാൽ ഇത് ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. ഓഫീസിൽ പോകുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു എക്സ്പെൻസ് അത്ര പ്രശ്നമായി എന്ന് വരില്ല. അപ്പോൾ ഇത് പറ്റിയ ഷെയ്ഡാണ്, ഒരു ഡെയിലി വെയർ ഷെയ്ഡാണ്. ഈവൻ എല്ലാ സ്കിൻ ടോണിനും പറ്റിയ ഷെയ്ഡാണ്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ല, ഡസ്കി സ്കിൻ ടോണിന് പറ്റിയ ഒരു ഡെയിലി വെയർ ലിപ്സ്റ്റിക് ആണ്. വളരെ കംഫർട്ടബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗിവ് ഇറ്റ് എ ട്രൈ. നിങ്ങൾ കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത് നിങ്ങൾക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. ഇതിൽ ഒരുപാട് വേറെ വെറൈറ്റി ഓഫ് ഷെയ്ഡ്സ് ഉണ്ട്. റെഡ്സ് ആണെങ്കിലും പിങ്ക്സ് ആണെങ്കിലും ഓറഞ്ചസ് ആണെങ്കിലും
ആണെങ്കിലും, കാരണം ഈ റേഞ്ചിൽ 30 ഷെയ്ഡുകളുണ്ട്. സോ അത്രേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പ്ലീസ് ഡു ഗിവ് ദിസ് വീഡിയോ ബിഗ് തംസ്. ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ. ഒരു ഡാർക്ക് ലിപ്പ് അങ്ങനെയാണെങ്കിൽ ഒരു ഡാർക്ക് ലിപ്പ്, അതിങ്ങനെയാണെങ്കിൽ ഒരു ഡാർക്ക് ലിപ്പ്, അങ്ങനെയാണെങ്കിൽ ഒരു ഡാർക്ക് ലിപ്പ് പെൻസിൽ